പറഞ്ഞിരിക്കാം, മദീനയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ ഒരു സിലോണി റസൂലുള്ളാഹിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കാം. മൂപ്പര് അല്ലാഹു അക്ബർ റക്അത്ത് തുടങ്ങി, പാസാക്കി. മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മൂപ്പരെ പിടിച്ച് ഈ ഇരുമ്പ് പോലെ അനങ്ങുന്നില്ല. പോലീസിനെ വിളിച്ചു. എന്താ സംഭവം? റസൂലുള്ളാഹിന്റെ തലന്റെ ഭാഗത്തിലേക്ക് ഖിബില നേരെ മറിച്ചാണുള്ള, നേരെ മൂപ്പരുടെ വലതു ഭാഗത്ത ഖിബില, തലന്റെ ഭാഗത്തേക്ക് സലാം തക്ബീറത്തുൽ ഇഹ്റാം പാസാക്കിയിരിക്കുകയാണ്, നിസ്കരിക്കുകയാണ്. അങ്ങനെ പോലീസ് വന്നിട്ട് പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു. പോലീസ് തിരിച്ചപ്പോൾ മൂപ്പരുടെ ഭാഷയിലാ പറഞ്ഞത്. എന്റെ പരിഭാഷ കേട്ടോളി. എന്താണ്? അന അസ്തഖ്ബിലു ഖിബലത്തൽ ഖിബല, ലോകത്തിലുള്ള സർവ്വ ഖിബലന്റെയും ഖിബലയാണ് മുഹമ്മദ്, അതിനെയാണ് ഞാൻ മുന്നിടുന്നത്. എവിടെ പോയി? നിസ്കാരം കൊന്നു കയറൂലേ കൂട്ടരെ? നിസ്കാരം മാത്രം കൊന്നു കയറിയത്? അവന്റെ ഈമാൻ കൊന്നു കയറിയില്ലേ? സ്നേഹിക്കേണ്ടതുപോലെയല്ല റസൂലുള്ളാഹിനെ സ്നേഹിച്ചതെങ്കിൽ അവന്റെ ഈമാനുണ്ടോ? കത്തി സ്വർണത്തിൻ്റെതാണെങ്കിലും പള്ളിയിൽ കുത്താൻ പറ്റൂലല്ലോ, അതുകൊണ്ട് മുറിക്കാനേ പറ്റുള്ളൂ. അള്ളാന്റെ ദൂതരാണ് ദൂതരെങ്കിലും ദൂതരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ ദൂതർക്ക് ആരാധന സമർപ്പിക്കുവാനോ ദൂതർക്ക് നേർച്ച നൽകാനോ പാടില്ല. അതാണ് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദൻ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ജിദ്ദയിൽ ഇന്നലെയും ഇന്നുമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന മൗലൂദിന്റെ ഒരു ഭാഗമാണ്. നേതാക്കളിൽ നേതാവായ ദൂതരെ, നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ പഴാക്കി കളയരുത്. ഞങ്ങളുടെ അഭയകേന്ദ്രം നിങ്ങളാണ്. റസൂലോട് പറയാ, അള്ളാഹിനോട് പറയാൻ വിചാരിച്ചാ എന്താ പറയാ? അള്ളാഹിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ പറയാനുള്ളത് എന്തോ? അതിനപ്പുറമുള്ള വല്ല പദമുണ്ടോ? അല്ലാഹുവേ, നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങളെ വെറുതാവിൽ മടക്കി കളയരുത്, നീ ഞങ്ങളെ പാഴാക്കി കളയരുത്. ഇതെന്റെ അല്ലേ? ഇതല്ല അള്ളാഹിനോട് പറയുമ്പോൾ പ്രാർത്ഥനയും റസൂലിനോട് പറയുമ്പോൾ പ്രാർത്ഥനയും അല്ല എന്നാണോ? അതിപ്പോ ചോറ് തിന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരോട് പറയണം, ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ നടക്കൂല. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. എന്താണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്? മൂന്നാമത്തെ ഇനം, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരിൽ നാം ചർച്ച ചെയ്യുന്ന മലയാളികളാണല്ലോ, മലയാളികൾക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ എന്നിട്ട് മൂന്നാമത്തെ ഇനം ഏതാണ്? അത് അറിവില്ല എന്നത് അറിവില്ലാത്ത ഖൗം. അപ്പോൾ അവർക്ക് എന്ത് വേണം? അങ്ങനെയുള്ളവരുടെ അപകടത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും അങ്ങനെയുള്ളവർ സ്വയം തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് സത്യത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക എന്നതല്ലാതെ രക്ഷയില്ല. പക്ഷേ നിങ്ങളാരും നിരാശപ്പെടണ്ട. ഇതൊക്കെ നിരാശപ്പെടാൻ വേണ്ടി പറഞ്ഞതുമല്ല, എൻ്റെ ഹൃദയവേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. നെറ്റിലൂടെയും ചവറ്റുകൊട്ടയിലൂടെയും അല്ലാത്ത വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം ഇന്നലെയും ഇന്നും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ കണ്ടുള്ള ബേജാറ് കൊണ്ട് പറഞ്ഞെന്നല്ലാതെ ഒരു നിരാശയും ഇല്ല. നിരാശ നമുക്കൊരിക്കലും ഇല്ല. എന്താ അതിന് തെളിവ്? ഈ മഹാസദസ്. ഇങ്ങനെയുള്ള എത്ര സദസ്സുകൾ നമുക്ക് സൗദി അറേബ്യയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നു. ആരാണ് ഈ സദസ്സിൽ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത്? ഇത് നിങ്ങളെപ്പോലെയുള്ള മൻഹജും തത്വവും ഉൾക്കൊള്ളുന്നതായ പത്തരട്ട് വേറെയും ഉണ്ട് വരാൻ സാധിക്കാത്തവര്, അല്ലെങ്കിൽ അതിലും കൂടുതൽ. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഈ ചാൻസ് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. വരാൻ സാധിക്കാത്ത കഫീലിന്റെ പിടുത്തത്തിലോ ജോലിയിലോ മറ്റോ പെട്ടവർ എത്രയുണ്ട്, നിങ്ങളുടെ ഇതേ തത്വം ഉൾക്കൊണ്ടവർ. അപ്പോൾ എന്താ നാം പറഞ്ഞു വരുന്നത്? സത്യം ഉൾക്കൊള്ളുന്നവരും സത്യം സത്യമാണെന്ന് മനസ്സിലാക്കുന്നവരും സത്യം ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമുള്ളവരും അത് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ധാരാളം ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജാലിയാത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇത് നല്ല പ്രയോജനം ഉള്ളതായിട്ട് നാം അനുഭവത്തിലൂടെ അറബ് രാഷ്ട്രത്തിലും അനറബ് രാഷ്ട്രത്തിലും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അറബ് രാഷ്ട്രത്തിൽ അറബികൾ മക്കയിലും മദീനയിലും വന്നിട്ട് ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ ഖുതുബകൾ മക്ക മദീന മിമ്പറിന്റെ മീതെ കേട്ടതിന്റെ ശേഷം, സൗദി അറേബ്യയിലുള്ള മിമ്പറിന്റെ മീതെ കേട്ട ശേഷം 25 കൊല്ലം മുമ്പുണ്ടായ ഈജിപ്റ്റ് അല്ല ഇന്നുള്ള ഈജിപ്റ്റ് എന്നത് ഞാൻ പല ക്ലാസ്സുകളിലും തെളിവ് സഹിതം കണ്ടുപിടിപ്പിച്ചതായ കാര്യമാണ്. ഞാൻ 25-30 കൊല്ലം മുമ്പ് ഈജിപ്തിലേക്ക് 1-2 തവണ പോയ ശേഷം പിന്നെ മടങ്ങി രണ്ടാമത് പോയപ്പോൾ ഈജിപ്റ്റ് മാറി. ആദ്യത്തെ പോക്കിൽ എന്നെ കണ്ടപ്പോൾ തന്നെ സലാം പറയാത്ത ആളെ കണ്ടു. ചോദിച്ചു, എന്തോടോ സലാം പറയാത്തത്? നീ ജൂതനാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി, താടിയുള്ളത് കൊണ്ട്. അങ്ങനെയുള്ള കാലം സംഭവം എനിക്ക് സംഭവിച്ചാണ്.
എൻ്റെ ഭാര്യ ഇങ്ങനെ നോക്കിയിട്ട് ബേജാറ് പറഞ്ഞൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പല ക്ലാസ്സിലും പല കേസറ്റിലും നിങ്ങൾ കേട്ടിരിക്കാം. കാരണം സൗദി അറേബ്യയിൽ നിന്ന് പോകുന്ന പെണ്ണുങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ഒരു നോട്ടം എന്നെയും എന്നിട്ട് പറയാം, എന്താ ഈ കോലം? ഞാൻ പറഞ്ഞു, എന്താ എന്തെങ്കിലും പ്രയാസം? ഈ കോലം ജനങ്ങൾ പുച്ഛിച്ച് കാണുന്ന കോലം, ഈ കോലം എന്തിനാണ് ഇവിടെ ധരിക്കുന്നത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷക്കാരനാണ്? അറബിയാണ്. ഞാൻ അനറബി. ഞാൻ പറഞ്ഞു, ഞാൻ അനറബിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്. പക്ഷേ നിങ്ങളുടെ ഭാഷയിൽ ഇറങ്ങിയ ഖുർആൻ കേട്ടോളീൻ. ഹിജാബിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. അയാൾ ഐനു ഷംസ് യൂണിവേഴ്സിറ്റിയിൽ നഫ്സിയ സെക്ഷനിൽ MA എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന സംഭവം നടന്നിട്ട് 21 വർഷമായി. അപ്പോൾ ഖുർആൻ ഇറങ്ങും പോലെ മുഖം തോന്നി, അതുവരെ കേൾക്കാത്തതുപോലെ. മിശ്രമായുള്ള ജീവിതം സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ പാടുള്ളതേ അല്ല, പർദ്ദയുടെ പിന്നിലായിരിക്കണം. ബിസിനസ് നടത്തുകയാണെങ്കിൽ പോലും എന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി പറയുന്നു, അല്ലയോ സുഹൃത്തേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നടപ്പാക്കുന്നവരാരുണ്ട്? അത് നിങ്ങൾ മറുപടി പറഞ്ഞോളാം, ഞാൻ മറുപടി പറയില്ല. അതിന് നിങ്ങൾ പ്രതിവിധി കണ്ടെത്തുക. ഈജിപ്തുകാരൊക്കെ നടപ്പാക്കിയില്ല എന്നതിന് നിങ്ങൾ കുറ്റക്കാരാണ്. ഞാനതിന് കുറ്റവാളിയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച രംഗമാണ്. അത് സൗദി അറേബ്യയിലുള്ളത്. അവരിവിടെ വന്നു, ലക്ഷത്തിൽ പരം അധ്യാപകന്മാരും അധ്യാപികകളും സൗദി അറേബ്യയിലേക്ക് വന്നു, മടങ്ങിപ്പോയി. അവരുടെ നാട് നന്നായി ചേഞ്ച് ചെയ്തു. ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ എണ്ണയുണ്ടാവുക ഇബ്രാഹിമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അലൈഹിസലാം. ആ പ്രാർത്ഥന ഫലമായി ഉണ്ടായ എണ്ണയിലൂടെ ലോകത്തിൽ ധാരാളം ചേഞ്ചുകൾ ഉണ്ടായ കൂട്ടത്തിൽ കേരളത്തിലും ഇനിയും ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങളെപ്പോലത്തവരെ കൊണ്ട് സാധിക്കണം. അതിന്റെ ബാധ്യത നിങ്ങളുടെ തലപ്പത്തുണ്ട് എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ സദസ്സോട് നിങ്ങൾ യാത്ര പറയേണ്ടത്. അള്ളാഹിന്റെ കൽപ്പനയാണ്. അള്ളാഹു പറയുന്നു നമ്മളോട്, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. എത്ര പ്രാവശ്യം? ഡസൻ കണക്കിലോ അല്ല, 60ഓളം പ്രാവശ്യം. എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അള്ളാഹ്ക്കും റസൂലിനും അനുസരണം നിർബന്ധമാണ് എന്ന് കൽപ്പിച്ച കൽപ്പന. ഇങ്ങനെ കൽപ്പിച്ച കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ദൈനംദിനം റസൂലുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക. അപ്പോഴാണ് ഞാൻ ഓതി വെച്ചതായ അലം നശ്റഹ് ലക സദ്റക. നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലതയുള്ളതായ, പ്രസന്നതയുള്ളതായ, വിശാലതയുള്ളതായ ഹൃദയമാക്കി മാറ്റില്ലേ മുഹമ്മദേ. ശറഹ് സദ്ർ മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യശ്റഹ് സദ്റഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നന്നാക്കാൻ വിചാരിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചതാക്കി മാറ്റുന്നു. ഇസ്ലാം മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയും ഹൃദയത്തിനുണ്ടാകുന്നു. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അങ്ങനെയാണ് ആയത്ത്. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അല്ലാഹു ഒരാളെ ഹിദായത്തിലാക്കാൻ തീരുമാനിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ശറഹ് സദ്ർ മുഖ്യമാണ്. ശറഹ് സദ്ർ പ്രബോധകന്മാർക്ക് മുഖ്യമാണ്. റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ ശറഹ് സദ്ർ ഉണ്ടായതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ശറഹ് സദ്ർ ഉണ്ടാവണം. എന്ത് കേൾക്കാൻ, എന്ത് ചീത്ത കേൾക്കാൻ, എന്ത് ശകാരം കേൾക്കാൻ, ഏത് കല്ലേറ് കൊള്ളാൻ, ആരെന്ത് കാട്ടിയാൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമ കൈകൊള്ളാൻ സാധിക്കണം. നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ മുതുവിന്റെ മീതെ ഭാരിച്ചതായ കുറ്റമായി മാറുന്ന പാപങ്ങളെയെല്ലാം നാം ലഘൂകരിച്ചു, അല്ലെങ്കിൽ ഒഴിവാക്കി, താഴ്ത്തി, ഇല്ലാതെയാക്കി. കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതായ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞ ശൈലിയാണത്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? നിങ്ങളുടെ ദിക്റിനെ, സ്മരണയെ നാം വാഴ്ത്തി പുകഴ്ത്തി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ദൂതർ ഇവിടെ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദൂതന്മാരോട്, നാം അഹ്മദ് ബിൻ ഹംബലിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 1,24,000 ദൂതന്മാരി എന്നും 313 റസൂലുകളൊന്നും പഠിച്ചു വരുന്നുണ്ട്. അവരോടെല്ലാം എഗ്രിമെന്റ് നടത്തിയ അള്ളാഹു എന്ത്? ദൂതന്മാരോടെല്ലാം അള്ളാഹു പറയുന്നു, ഞാൻ ഉടമ്പടി വാങ്ങിയപ്പോൾ
വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന, എന്താണ് ഉടമ്പടി? ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ ഗ്രന്ഥങ്ങളും ഹിക്മത്തുകളും നൽകി കഴിഞ്ഞാൽ തുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അവസാനം അയക്കാൻ പോകുന്ന തഫ്സീറിന്റെ വിശദീകരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവസാനം അയക്കാൻ പോകുന്ന ഈ മതം അവസാനിപ്പിക്കുന്ന രംഗത്ത് ലോകത്ത് വരുന്ന അന്ത്യദൂതരാകുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നൂഹേ നിങ്ങളുടെ കാലത്താണ് വരുന്നതെങ്കിൽ, അല്ലയോ ഇബ്രാഹിമേ നിങ്ങളുടെ കാലത്താണ് വരുന്നതെങ്കിൽ, അല്ലയോ ഇസ്മായിലേ നിങ്ങളുടെ കാലത്താണ് വരുന്നതെങ്കിൽ, അല്ലയോ നബിമാരെ ഈസയെ മൂസയെ എല്ലാരോടും എന്താണ് അഗ്രിമെന്റ്? നിങ്ങളുടെ കാലത്താണ് വരുന്നതെങ്കിൽ ആ മുഹമ്മദിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ കൂടെ തൗറാത്ത് ക്യാൻസലാക്കുകയും ചെയ്യണം, ഇഞ്ചീൽ ക്യാൻസലാക്കുകയും ചെയ്യണം. ആ മുഹമ്മദിന്റെ പിന്നാണ് നടന്നുകൊണ്ട് നിങ്ങൾ പോരാടണം, മുഹമ്മദിനെ നിങ്ങൾ സഹകരിക്കണം, സഹായിക്കണം.